പുകഞ്ഞകൊള്ളി പുറത്തെന്ന പഴഞ്ചൊല്ല് ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് കോൺഗ്രസിൻ്റെ പോക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി യുവതികൾ പരാതിയുമായി രംഗത്തെത്തിയപ്പോൾ അദ്ദേഹം സ്വയം രാജിവെച്ച് ഒഴിയുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്തിക്കൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ് ഇപ്പോൾ ആകെ പെട്ടിരിക്കുന്നത്. ഷാഫി എന്ത് ചെയ്യുകയാണ്, എന്താണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് എന്ന് ഇനിയും വ്യക്തമല്ല. ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചപ്പോൾ രാഷ്ട്രീയ ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധിയാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഷാഫി പറമ്പിൽ MP നേരിടുന്നത്. ഷാഫിയുടെ ഉറ്റ ചങ്ങാതിയാണല്ലോ രാഹുൽ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്കും പാലക്കാട് MLA ആയും രാഹുലിനെ കൈപിടിച്ചുയർത്തിയത് ഷാഫി തന്നെയായിരുന്നു. ശരിക്കു പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും രാഹുലിൻ്റെ രക്ഷകൻ, അല്ലെങ്കിൽ ഗോഡ് ഫാദർ. പാർട്ടിക്കുള്ളിൽ ഉയർന്ന എതിർപ്പുകളെല്ലാം മറികടന്നാണ് രാഹുലിന് ഷാഫി പാലക്കാട് സീറ്റ് വച്ചു നീട്ടിയത്. അന്ന് കടുത്ത എതിർപ്പുയർന്നിട്ടും അതിനെയെല്ലാം തട്ടിയകറ്റി. ഷാഫിയുടെ ഇടപെടൽ കാരണം പാർട്ടിയിൽ നിന്നും പുറത്തുപോയവർ പലരുമുണ്ട്. ഇപ്പോൾ രാഹുൽ വെട്ടിലായതോടെ കോൺഗ്രസിനുള്ളിൽ ഷാഫി പറമ്പിലിനും കരുത്ത് ചോരുകയാണ്. രാഹുലിൻ്റെ ഇരകളിൽ പലരും ഷാഫിയോട് പരാതി പറഞ്ഞിരുന്നു. ഇക്കാര്യം കൂടി പുറത്തു വരുമ്പോൾ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നു. ഷാഫി ഇരുട്ടിൽ തപ്പുകയും ചെയ്യുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതെ ഡൽഹിയിലെ ഫ്ലാറ്റിൽ തന്നെ കഴിഞ്ഞ ഷാഫി വൈകിട്ടോടെ ബീഹാറിലേക്ക് പോയെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. പാർലമെന്റിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാനും ഷാഫി പറമ്പിൽ പോയിരുന്നില്ല. അതിനിടെ രാഹുലിന് പിന്നാലെ ഷാഫി പറമ്പിലിനെതിരെയും കോൺഗ്രസിനുള്ളിൽ പടയൊരുക്കം തുടങ്ങിയിട്ടുണ്ട്. രാഹുലിനെതിരായ പരാതി അറിയിച്ചിട്ടും ഷാഫി സംരക്ഷണം ഒരുക്കിയെന്നാണ് പ്രധാന ആക്ഷേപം. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിനായി ഷാഫി സമ്മർദ്ദം ചെലുത്തിയെന്നും പരാതിയിൽ സൂചനയുണ്ട്. പാലക്കാട്ടെ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഷാഫിക്കെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകിയത്. അതേസമയം അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇന്ന് ഉണ്ടായേക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ട് CPM BJP പ്രവർത്തകരുടെയും യുവജന സംഘടനകളുടെയും പ്രതിഷേധം തുടരും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പത്തനംതിട്ട അടൂരിലെ വീട്ടിലേക്കും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പോലീസിനും ബാലാവകാശ കമ്മീഷനും പരാതി എത്തിയിട്ടുണ്ട്. നിർബന്ധിത ഗർഭഛിദ്രം നടത്താൻ MLA സമ്മർദ്ദം ചെലുത്തിയെന്ന ആരോപണത്തിൽ ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് എറണാകുളം സെൻട്രൽ പോലീസിന് നൽകിയ പരാതിയിലെ ആവശ്യം. എന്നാൽ ആരോപണവുമായി നേരിട്ട് ബന്ധമില്ലാത്ത മൂന്നാം കക്ഷി നൽകിയ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. നിർബന്ധിത ഗർഭഛിദ്രത്തിന് സമ്മർദ്ദം ചെലുത്തുന്നത് ഗർഭസ്ഥ ശിശുവിന് ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്നതാണെന്ന് ബാലാവകാശ കമ്മീഷൻ നൽകിയ പരാതിയിൽ പറയുന്നു. എറണാകുളം സ്വദേശി ഷിൻഡോ സെബാസ്റ്റ്യനാണ് പരാതിക്കാരൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണവും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള രാജിയും കോൺഗ്രസിലെ യുവ നേതാക്കൾക്ക് വലിയ ക്ഷീണമാണ്. യൂത്ത് ബ്രിഗേഡ് എന്ന വീമ്പ് കാണിച്ചിരുന്ന ആളുകളൊക്കെ ആകെ വെറും ഊത്തന്മാരായി വീഴുന്ന അവസ്ഥ. അടുത്ത കാലത്ത് പാർട്ടിയിൽ യുവസംഘത്തിന് ലഭിച്ചു പോകുന്ന പരിഗണന പരിശോധിക്കാനും നിരീക്ഷിക്കാനും മുതിർന്ന നേതൃനിര നിർബന്ധിതരുമായി. 2 ടൈം പ്രതിപക്ഷത്തായി പോയ UDFനും കോൺഗ്രസിനും ഊർജ്ജസ്വലത മടക്കിക്കൊണ്ടുവരാൻ ഒരു പരിധിവരെ യൂത്ത് ബ്രിഗേഡിന് കഴിയുകയും ചെയ്തിരുന്നു. എന്നാൽ രാഹുലിൻ്റെ വീഴ്ചയോടെ അതും തകർന്നടിഞ്ഞു. യൂത്ത് കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് തിരിഞ്ഞായിരുന്നു മത്സരമെങ്കിലും രാഹുലിനെതിരെ വ്യാജ വോട്ടർ പട്ടിക വിവാദമുയർന്നപ്പോൾ സംരക്ഷിക്കാൻ പാർട്ടി നേതാക്കൾ ഒത്തൊരുമിച്ചിരുന്നു. അടുത്തിടെ ഉയർന്നു വന്ന വയനാട് ഫണ്ട് ക്രമക്കേടിലും രാഹുലിനെ പാർട്ടി സംരക്ഷിച്ചു. എന്നാൽ പെൺവിഷയത്തിൽ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുലിനെ കടത്തിവെട്ടി. ഇതോടെയാണ് രാഹുൽ വീണത്. ഒപ്പം ഷാഫി പറമ്പിൽ ഇരുട്ടിൽ തപ്പുന്നതും. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.